ഡോക്ടർ GKM കേരളത്തിലെ പ്രമുഖ ഡോക്ടർമാരിൽ ഇവനും ഒരാളാണ്. ഡോക്ടർ GKM, നിങ്ങൾ കാണിച്ചാൽ കൈമലർത്തി. ബട്ട് CM അപ്രൂവ്ഡ് തന്നെങ്കിൽ മാത്രമേ കപ്പലിലുള്ള മെഡിസിൻസ് എല്ലായിടത്തും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കൂ. ഡോൺ വറി മാർട്ടിൻ, CM തീർച്ചയായിട്ടും അപ്രൂവൽ തരും. എങ്ങനെ? നമ്മൾ കാണാൻ പോകുന്ന പാർട്ടി പറഞ്ഞാൽ CM കേൾക്കാതിരിക്കില്ല. 10,000 കോടിയോളം വിലമതിക്കുന്ന അമേരിക്കൻ കപ്പലിൽ വന്ന മെഡിസിൻ നമ്മുടെ കൊച്ചിൻ ഹാർബറിൽ എത്തിയിട്ടുണ്ട്. CM നമുക്ക് പെർമിഷൻ തന്നെങ്കിൽ മാത്രമേ കപ്പലിലിരിക്കുന്ന മെഡിസിൻ നമുക്ക് കേരളം മുഴുവൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റൂ. എന്നാൽ CM നമുക്ക് അപ്രൂവൽ വന്നിട്ടില്ല. സ്വാമിജി CMനോട് സംസാരിച്ച് എങ്ങനെയും അപ്രൂവൽ വാങ്ങിത്തരണം. ഈ ബിസിനസ്സിൽ നിങ്ങൾക്ക് എത്ര ലാഭം കിട്ടുന്നത്? 1000 കോടി രൂപ ലാഭം കിട്ടും. എനിക്കെന്ത് കിട്ടും? 20%, 200 കോടി മന്ത്ലി. ഇങ്ങനെ മാസം തോറും കപ്പലിൽ മെഡിസിൻ വരും. നല്ല കാര്യങ്ങൾ ഒരിക്കലും മാറ്റിവെക്കാൻ പാടില്ല. നാളെ തന്നെ CMനെ കണ്ട് ഇതിനൊരു തീരുമാനമെടുക്കാം. സാറിനെ കാണാൻ സ്വാമിജി വന്നിട്ടുണ്ട്. ആളയച്ചിരുന്നെങ്കിൽ ഞാൻ വരുമായിരുന്നല്ലോ. എല്ലാം നല്ലതിന് തന്നെയാ. അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് വന്നത്. ഇരിക്കു സ്വാമിജി, ഇരിക്കു. താങ്ക് യു സർ. ഓം നാരായണ. പറയൂ സ്വാമി. ഇവർ അമേരിക്കൻ NRI ബിസിനസ്മാൻ ആൽബിൻ മാർട്ടിൻ, ആൽബിൻ ഹെൽത്ത് കെയർ കമ്പനിയുടെ വൺ ഓഫ് ദി ഡയറക്ടർ. ഞങ്ങളുടെ ആൽവിൻ ഹെൽത്ത് കെയർ കമ്പനിയിൽ നിന്ന് T-Action 300 എന്ന ആന്റിബയോട്ടിക് ടാബ്ലറ്റ് പുതിയതായി നിർമ്മിച്ചിരിക്കുകയാണ്. ഈ ടാബ്ലറ്റിന്റെ സ്പെഷ്യാലിറ്റി ശരീരത്തിലെ രോഗാണുക്കളെ നശിപ്പിച്ച് പവർ അധികരിക്കും. എല്ലാ പാവപ്പെട്ട ജനങ്ങളും ഉപയോഗിക്കാൻ വേണ്ടിയാ കുറഞ്ഞ വിലയ്ക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നത് സാറേ. സാറ് ഞങ്ങൾക്ക് അപ്രൂവൽ തന്നാൽ അടുത്ത ആഴ്ച മുതൽ കേരളം മുഴുവൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഏർപ്പാട് ഞങ്ങൾ ചെയ്യും. 1 മിനിറ്റ്. മിസ്റ്റർ രാധാകൃഷ്ണൻ, യെസ് സർ. ആ മെഡിസിന്റെ ഡീറ്റെയിൽസ് കൊണ്ടുവരൂ. യെസ് സർ. സർ, നിങ്ങൾ പറയുന്ന ആ മെഡിസിന്റെ അപ്രൂവൽ വേണമെന്ന് കഴിഞ്ഞ ആഴ്ച ഈ ഫയൽ എൻ്റെ ടേബിളിലെത്തി. അത് ഞാൻ മെഡിക്കൽ കൗൺസിലേക്ക് റിസർച്ചിന് അയച്ചു. അത് കഴിച്ചാൽ സൈഡ് എഫക്റ്റ് അധികമാകുമെന്ന് റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഒപ്പിടാതിരുന്നത്. ആ DVD ഒന്ന് ഓൺ ചെയ്യേ. ഓക്കെ സർ. നിങ്ങൾ പറഞ്ഞ ടാബ്ലറ്റ് കഴിച്ച സൈഡ് എഫക്റ്റ് എന്താകുമെന്ന് ദാ കണ്ടോളൂ. ഈ ലോകത്തിലെ 75% വ്യാജ ടാബ്ലറ്റുകൾ ഇന്ത്യയിലാണ് വിൽക്കുന്നത്. അമേരിക്കയിൽ റിജക്റ്റ് ചെയ്ത ടാബ്ലറ്റുകൾ കേരളത്തിൽ വിൽക്കണമെന്ന് എന്നോട് പെർമിഷൻ ചോദിക്കുന്നത് ശരിയാണോ? ഇതിന് ഞാൻ അപ്രൂവൽ കൊടുത്താൽ ഇതാരാ കഴിക്കുന്നത്? പിഞ്ചു കുട്ടികൾ, ഗർഭിണിയായ സ്ത്രീകൾ, വയസ്സായവർ. ജനങ്ങൾ ജാഗ്രത പാലിക്കാത്ത കാരണത്താൽ ഇങ്ങനെയുള്ളവർ ജനങ്ങളെ വഞ്ചിച്ച് ഇതുപോലുള്ള ടാബ്ലറ്റുകൾ മാർക്കറ്റിലെത്തിക്കുന്നു. ഇങ്ങനെയുള്ള പ്രശ്നം കേരളത്തിൽ സംഭവിക്കാതിരിക്കാനാണ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് എന്റെ കൺട്രോളിൽ വെച്ചിട്ടുള്ളത്. നിങ്ങൾ കേരളത്തിൽ അനുവദിച്ചില്ലെങ്കിൽ ഞങ്ങൾ പിന്നെ അത് വേറെ സ്റ്റേറ്റിൽ ലോഞ്ച് ചെയ്യും. അമേരിക്കയിൽ റിജക്റ്റ് ചെയ്ത ടാബ്ലറ്റുകൾ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ വേറെ ഒരിടത്തും വിൽക്കാനും സാധിക്കുകയില്ല. ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. സന്തോഷമായി. പോകാം. ഇനി എന്താ സമയം ചെയ്യേണ്ടത്? CM തന്നെ ഒപ്പിട്ട് തരും. അതിന് വഴിയുണ്ട്. CMന് ജനങ്ങളോട് എത്ര സ്നേഹമുണ്ടോ അതുപോലെ അയാളുടെ മകളോടും സ്നേഹമുണ്ട്. ഇവന്റെ പേര് യാദവ്, ബീഹാറിലെ വലിയ ഗാങ്സ്റ്ററാ. CMന്റെ മോളല്ല, CMനെ തന്നെ കടത്തും. 50 കോടിയാ പ്രതിഫലം. നെക്സ്റ്റ്. ഇവന്റെ പേര് കൽക്കട്ട തോട്ട. കടത്തുന്നതിന് പണമല്ല ചോദിക്കുന്നത്, ബിസിനസ്സിലെ പെർസെന്റേജ് പ്രതിഫലം. സ്വാമി, ആ TV ഒന്ന് കുറച്ചു നേരത്തേക്ക് ഓഫ് ചെയ്യാവോ? CMന്റെ മോളെ കടത്തിക്കൊണ്ട് പോയിട്ട് 25 കോടി 50 കോടി ഇത് മാത്രമല്ലാതെ ബിസിനസ്സിൽ പെർസെന്റേജ് കൊടുക്കണം. 1 ലക്ഷം രൂപ മാത്രം കൊടുത്താൽ മതി. CMന്റെ മോളെ കടത്തിക്കൊണ്ടുവരാൻ കിടിലൻ ഒരാള് നമ്മുടെ നാട്ടിലുണ്ട്. ആരാത്? അലക്സ് എന്ന അവന്റെ പേര്.
സെല്ലിന്റെ അകത്ത് സെല്ലല്ലേ? വേണ്ട അലക്സ്, തീയോട് കളിക്കരുത്, ചാമ്പലാകും. അത് തന്നെയാടാ ഞാനും പറയുന്നേ. തീപ്പെട്ടിയുടെ 2 സൈഡിൽ ഒരസിയാൽ മാത്രമേ തീ പിടിക്കൂ. അലക്സ് പാണ്ഡ്യന്റെ ഏത് സൈഡിൽ ഒരസിയാലും തീ പിടിക്കും. പിടിക്കും. പുതിയതായിട്ട് വന്ന കുറ്റവാളികളെ റാഗ് ചെയ്യാ നീ. ഞാൻ ബാത്റൂമിൽ കുളിച്ചോണ്ടിരുന്ന ആ സമയം നോക്കി നീ എന്റെ യൂണിഫോം അടിച്ചു മാറ്റിയില്ലേ? ഞാൻ നിക്കറിട്ടോണ്ട് വന്നേക്കുന്ന കണ്ടില്ലേടാ? പിന്നെ എങ്ങനെയാ സാറേ, നിങ്ങൾ മാത്രം എപ്പോഴും അധികാരി, ഞങ്ങൾ എപ്പോഴും കുറ്റവാളിയായിട്ടിരിക്കണോ? ആഗ്രഹിച്ച് ഡ്രസ് ഇട്ടോണ്ട് വന്നതല്ലേ? പൊന്നു മോനെ, ഡ്രസ് താടാ, ആരെങ്കിലും കണ്ട നാണക്കേടാടാ. കൊള്ളാം. ഒരു ദിവസം ട്രൗസർ ഇട്ടപ്പോ വിഷമായല്ലേ? ഞങ്ങളൊക്കെ കുറെ നാൾ ഇട്ടതാ. ഇന്നാ നിങ്ങളുടെ ഡ്രസ് നിങ്ങൾ തന്നെ ഇട്ടോ. ഒരു സന്തോഷമുള്ള കാര്യം നിനക്ക് ജാമ്യം കിട്ടിയിട്ടുണ്ട്. നീ വീട്ടിൽ പോക്കോടാ. എന്താ ഞണ്ടേ, ഉപകാരമില്ലാതെ ബെയിലെടുക്കില്ലല്ലോ. എന്താ സംഭവം? ഒരു റിസ്ക് ഉള്ള ജോലിയാ. നീ ജോലി ആദ്യം എന്താന്ന് പറ. റിസ്ക് ആണെന്ന് ഞാൻ തീരുമാനിക്കാം. ഒരു പെണ്ണിനെ പൊക്കി അടിച്ച് പെണ്ണിനെ പൊക്കണം, മണ്ണിനെ പൊക്കണം, ഇതൊക്കെ ഒരു വിഷയമാണോ? CM-ന്റെ മോളെ പൊക്കണം. ചോള പോലെ 1 ലക്ഷം രൂപ വാങ്ങിത്തരാം. ലക്ഷമോ? ഓക്കെ. സ്വാമി, ഞാൻ പറഞ്ഞ ആൾ ഇദ്ദേഹമാണ്. അലക്സ് എന്നാണ് പേര്. ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചറിഞ്ഞോ? എല്ലാം ചോദിച്ചു. പക്ഷെ കാര്യം അത്ര നിസ്സാരമല്ല. എമൗണ്ട് കുറച്ച് കൂടുതലാവും. കുഴപ്പമില്ലല്ലോ. എത്ര വേണം? അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. റൗണ്ടായിട്ട് 10 ലക്ഷം രൂപ. എടാ മഹാഭാവി, നീ പറഞ്ഞ എമൗണ്ട് ഞങ്ങൾ സമ്മതിച്ചു. ഞങ്ങൾക്കും CM-നും ഒരു ചെറിയ ഡീലുണ്ട്. 2-3 ദിവസത്തിനകം എല്ലാം ശരിയാവും. നീ ആ പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയി ആരും കാണാത്തിടത്ത് പാർപ്പിക്കണം. ഡീൽ തീർന്ന ഉടനെ ഞാൻ നിനക്ക് ഫോൺ ചെയ്യും. അപ്പോൾ മാത്രം ആ പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവരണം. പെണ്ണിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ പറ. ഇവളാണ് CM-ന്റെ മകൾ. രാവിലെ 7 മണിക്ക് മറൈൻ ഡ്രൈവിൻ്റെ അടുത്തുള്ള ഗസ്റ്റ് ഹൗസിൽ ബാഡ്മിൻ്റനായിട്ട് വരും. 8 മണിക്ക് ഹോട്ടൽ സവേറയിൽ എക്സസൈസിന് അടുത്തു. 9 മണിക്ക് അവള് യൂണിവേഴ്സിറ്റി കോളേജിലെത്തും. ഇതാണ് അവളുടെ ഡെയിലി പ്രോഗ്രാം. അവളെ കടത്തിക്കൊണ്ടുപോകാൻ ഒരേ ഒരു ചാൻസേ ഉള്ളൂ. നാളെ ഒരു പ്രൈവറ്റ് കപ്പലിൽ ഗവർണറുടെ ബർത്ത്ഡേ പാർട്ടിയുണ്ട്. അതിന് CM ഫാമിലിയോടൊപ്പം അവിടെ എത്തും. അവിടെ ഒരുപാട് VIPs വരും. കപ്പലിന് ചുറ്റും നിറയെ കാവൽക്കാർ കാണും. നീ അവളെ എങ്ങനെ തട്ടിക്കൊണ്ടു പോകുന്നു വെച്ചാൽ, എവിടെ വെച്ചാ പൊക്കേണ്ടത് നിങ്ങൾ പറഞ്ഞില്ലേ? എങ്ങനെ പൊക്കണമെന്ന് എനിക്കറിയാം. നമസ്കാരം സർ. മാം എടുത്തോളൂ. Thank you. സോറി മാം. It's okay. Where's the washroom? റൈറ്റ് സൈഡ്. I'll just come back. സോറി. Hey! നിങ്ങൾ എന്താ ഇവിടെ?
ഹലോ, നിങ്ങൾ പറഞ്ഞ പോലെ കാര്യങ്ങളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ഞാൻ. ആ പെണ്ണിന്റെ ഫോട്ടോ ഞാൻ ഇമെയിൽ ചെയ്തിട്ടുണ്ട്, ചെക്ക് ചെയ്തേക്ക്. ഞാൻ ഫോൺ ചെയ്യുന്നത് വരെ CMന്റെ മോള് നിന്റെ കസ്റ്റഡിയിലിരിക്കട്ടെ. അവളെ ഇങ്ങോട്ട് എപ്പോൾ കൊണ്ടുവരണമെന്ന് ഞങ്ങൾ പറയുമ്പോൾ മാത്രം നീ കൊണ്ടുവന്നാൽ മതി. ഓക്കെ. എന്താ മോളി പറയുന്നേ? ദിവ്യ അവിടെ വന്നില്ലേ? സെക്യൂരിറ്റി എല്ലാം സേഫ്റ്റിക്ക് വന്നതോ അല്ലെങ്കിൽ പാർട്ടിയിൽ പങ്കെടുക്കാൻ? സോറി സാർ. എന്താ അതെ, ഇതൊക്കെ? ഞാൻ പാർട്ടി കഴിഞ്ഞ് മീറ്റിങ്ങിന് പോയതല്ലേ, നീയെങ്കിലും ശ്രദ്ധിക്കേണ്ടതായിരുന്നില്ലേ? എങ്ങോട്ട് പോയി കാണും? സാർ, കോൺഫിഡൻഷ്യൽ. ആ, ഹലോ, എന്താ തന്റെ മോളെ കാണാഞ്ഞിട്ട് തനിക്ക് വെപ്രാളം തോന്നല്ലേ? ആരാണ്? ആൽവിൻ മാർട്ടിൻ. എന്റെ മകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ കൊണ്ടൊരു പുല്ലും ചെയ്യാൻ സാധിക്കില്ല. മെയിൽ ഓപ്പൺ ചെയ്ത് നോക്കടോ താൻ. അരമണിക്കൂർ കഴിയുമ്പോൾ തനിക്ക് ഞാൻ ഫോൺ ചെയ്യാം. സാർ, CM നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുവോ? ഇത്രയൊക്കെ നടക്കുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? ഞാൻ CMന്റെ സെക്യൂരിറ്റിയിലായിരുന്നു സാർ. സെക്യൂരിറ്റി മണ്ണാങ്കട്ട. എന്താ ഡിമാൻഡ് അവരുടെ? അരമണിക്കൂറിനകം ഫോൺ ചെയ്യാന്ന് പറഞ്ഞു. ഐ സി. ഓക്കെ സാർ. സംസാരിക്കണം. ഹലോ, തന്റെ മോടെ ഫോട്ടോ കണ്ടോ CM? നിനക്കെന്താ വേണ്ടത്? ഞാൻ നേരിട്ട് കാര്യത്തിലേക്ക് വരാം. തന്റെ മോൾക്കൊന്നും സംഭവിക്കാതെ വീട്ടിൽ വന്ന് ചേരണമെങ്കിൽ ഹാർബറിൽ ഇരിക്കുന്ന മെഡിസിൻ മുഴുവൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ അപ്രൂവ്ഡ് ഓക്കെ ആണെന്ന് ഫയലിൽ നീ സൈൻ ചെയ്യണം. തന്റെ മോളെ രക്ഷിക്കാൻ വേണ്ടി എന്നെ ട്രേസ് ചെയ്യാൻ ശ്രമിച്ചാലുണ്ടല്ലോ, തന്റെ മോള് ഹോങ്കോങ്ങിലോ ബാങ്കോങ്ങിലോ ഏതെങ്കിലും ഒരു വ്യഭിചാരശാലയിലുണ്ടാകും. തന്നെ ഞാൻ ഇനിയും വിളിക്കും. ലൊക്കേഷൻ ട്രേസ് ഔട്ട് ചെയ്തോ? സോറി സാർ, കോൾ ട്രേസ് ചെയ്യുന്നതിന് മുമ്പ് സിഗ്നൽ കട്ടായി പോയി. സാറേ, അവരുടെ ബ്ലാക്ക് മെയിലൊന്നും നമ്മൾ പേടിക്കരുത്. സാർ, എല്ലാം ഞാൻ നോക്കിക്കോളാം. നീ കുറെ ഉണ്ടാക്കും. നിങ്ങൾ എന്ത് ചെയ്യും എനിക്കറിയില്ല. കേരളത്തിലുള്ള എല്ലാ ചെക്ക് പോസ്റ്റിലും ദിവ്യയുടെ ഫോട്ടോ അയക്കണം. എല്ലാ വണ്ടികളും ചെക്ക് ചെയ്യണം. ഒരു സ്ഥലം വിടാതെ സെർച്ച് ചെയ്യണം. 12 മണിക്കൂറിനുള്ളിൽ ദിവ്യ വീട്ടിലുണ്ടാവണം. മിസ്റ്റർ രാധാകൃഷ്ണൻ, യെസ് സർ. നീ പറഞ്ഞതുപോലെ ഒന്നും ചെയ്യണ്ട. ഇതെൻ്റെ മകളുടെ കാര്യമാണ്. പുറത്തെറിഞ്ഞ നാളെ പ്രസ്സിലും മീഡിയയിലും എൻ്റെ മോളുടെ ഫോട്ടോ ആയിരിക്കും. കമ്മീഷണർ സാർ. ഇതാരും പുറത്തറിയരുത്. ഈ വിഷയം ആലോചിച്ച് വേണം ചെയ്യാൻ. എന്താ കാട്ടിൽ ജോഗിങ് ആണോ? ഇവിടെ സിംഹം, പുലി, കടുവ. സിംഹം, പുലി, കടുവ എന്നൊക്കെ പറഞ്ഞ് എന്നെ വെറുതെ പേടിപ്പിക്കാൻ നോക്കുക. ഞാൻ വെറുതെ പറഞ്ഞ് പേടിപ്പിക്കൊന്നുമല്ല. നീ വേണേ ഒന്ന് ചെന്ന് നോക്ക്. ഇതിങ്ങളെല്ലാം നൈറ്റ് റൗണ്ട് അടിക്കാറുണ്ട്. തനിച്ച് കിട്ടിയാണ്ടല്ലോ വിശപ്പിൽ കടിച്ചങ്ങ് തിന്നും. ഇതുപോലുള്ള കഥകളൊക്കെ ഞാൻ ഒരുപാട് ചിത്രകഥയിൽ വായിച്ചിട്ടുള്ളതാ. ഇത് ഇയാൾ പോയി വേറെ ആരോടെങ്കിലും പറയാൻ നോക്ക്. ഞാൻ പോവാ. ഇപ്പോഴെല്ലാം തട്ടിക്കൊണ്ടുപോകുന്നവന് ഒരു മര്യാദയില്ല. എന്താ മോളെ, പോകുന്നില്ലേ? എന്തൊക്കെയോ അലറുന്ന ശബ്ദം. അത് നായയാണോ? നായയല്ല, നരിയ. നരി എന്തിനാ ഒച്ച ഉണ്ടാക്കുന്നേ? അതിന് വെപ്രാളം. വെപ്രാളമോ? അതെ, വിശപ്പ് കൊണ്ടുള്ള വെപ്രാളം. നരിക്ക് വിശന്ന എന്താ തിന്നുന്നേ? ആ, മാനെ തിന്നും. മാനെ കിട്ടില്ലെങ്കിൽ മനുഷ്യനെ തിന്നും. ദേ ഇങ്ങോട്ട് നോക്ക്. ചുമ്മാ നരി കീരി എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇങ്ങനെ പേടിപ്പിക്കാൻ നോക്കണ്ട കേട്ടോ. ഒച്ച വെക്കാതെ ശബ്ദം വെച്ച് സംസാരിച്ചോണ്ടല്ലോ
സൈലൻ്റായിട്ട് വന്ന് തിന്നേച്ചങ്ങ് പോകും. ഇത് നിന്റെ വീടല്ല, കാടാ. പ്രശ്നമൊന്നും ഉണ്ടാക്കാതിരുന്ന ഡീല് കഴിഞ്ഞതിന് ശേഷം ഒരു പ്രശ്നമില്ലാതെ നിന്നെ വീട്ടിൽ കൊണ്ടാക്കും. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്.